ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വരുന്ന 10th ലെവൽ മെയിൻസ് എക്സാംസിനെല്ലാം വേണ്ടപ്പെട്ട സ്പെഷ്യൽ ലോയുടെ ടോപ്പിക്സ് ആണ്. 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത്? അപ്പം ലൈംഗിക അതിക്രമം എന്താണ് എന്നുള്ളത് നമ്മൾ പിന്നെ സെക്ഷൻസിനകത്ത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. ഏത് മുതൽ ഏത് സെക്ഷൻ വരെയൊക്കെയാണ് എന്നിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് ലൈംഗിക അതിക്രമം നടക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ നേരിട്ടോ ഇലക്ട്രോണിക്, ഡിജിറ്റൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ നിരന്തരമായോ തുടർച്ചയായോ പിന്തുടരുകയോ കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്യുന്നത് ആരെങ്കിലും ലൈംഗിക ഉദ്ദേശത്തോട് ഒരു കുട്ടിയെ തന്റെ ശരീരമോ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമോ ആ വ്യക്തിക്കോ മറ്റേതെങ്കിലും വ്യക്തിക്കോ കാണാൻ കഴിയുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. ആരെങ്കിലും ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കുട്ടി കേൾക്കണമെന്ന ഉദ്ദേശത്തോടും കൂടി ഏതെങ്കിലും വാക്ക് ഉച്ചരിക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ കുട്ടി കാണണമെന്ന ഉദ്ദേശത്തോടും കൂടി ആംഗ്യം കാണിക്കുകയോ ഏതെങ്കിലും വസ്തുവോ ശരീരഭാഗമോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത്. അപ്പം ഇത് 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത്? അപ്പൊ ഇവിടുത്തെ ആൻസർ മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നും അല്ല എന്നാണ്. അപ്പൊ അതായത് എയും ബിയും സിയും അല്ല എന്നിട്ടാണ് അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നവ ഏതൊക്കെ എന്നിട്ടുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ അത് കൃത്യമായിട്ടും ഓരോ സെക്ഷൻസ് ഉണ്ട്, സെക്ഷൻസ് ഒക്കെ എടുത്ത് PSC ചോദിക്കുന്നുണ്ട്. സോ ലൈംഗിക അതിക്രമണം എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 7 ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി തീവ്രമായ ലൈംഗിക അതിക്രമമാണ് എങ്കിൽ സെക്ഷൻ 9. അപ്പം ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെക്ഷൻ പറഞ്ഞു, അപ്പൊ അതിന് തൊട്ടിപ്പുറത്തായിരിക്കും അതിന്റെ ശിക്ഷയെ പറ്റി പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ലൈംഗിക ആക്രമണത്തിനെ പറ്റിയിട്ടുള്ള സെക്ഷൻ 7, അപ്പൊ ലൈംഗിക ആക്രമണത്തിനുള്ള ശിക്ഷ 8 പറയുന്നു. അതുപോലെ തന്നെ അതിതീവ്രമായ ലൈംഗിക ആക്രമണത്തിന്റെ സെക്ഷൻ 9. ഇനി അതിന്റെ ശിക്ഷയെ പറ്റിയിട്ട് പറയുന്നു സെക്ഷൻ 10. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കറക്കി വേണേലും കുത്താവുന്നതാണ്. അപ്പൊ 7 എന്ന് പറഞ്ഞാൽ ലൈംഗിക ആക്രമണമാണ്, അതിനുള്ള ശിക്ഷ 8 പറയുന്നു. 9 അതിതീവ്രമായിട്ടുള്ള ലൈംഗിക അതിക്രമണം ആണ്, അതിനുള്ള ശിക്ഷ 10 പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഈ സെക്ഷൻ 7 പ്രകാരം അല്ലെങ്കിൽ സെക്ഷൻ 7 പ്രകാരമാണ് ലൈംഗിക ആക്രമണം നടത്തിയത് എങ്കിൽ എത്ര വർഷത്തെ പിഴയാണ്? 3 വർഷം മുതൽ 5 വർഷം വരെ തടവും പിഴയും കൂടെ ആണ് ചെയ്യേണ്ടത്. അതായത് 3 വർഷം മുതൽ 5 വർഷം വരെ തടവും പിഴയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് സെക്ഷൻ 7 പ്രകാരം. ഇനി ഇതുപോലെ തന്നെ സെക്ഷൻ 9 പ്രകാരമാണ് ലൈംഗിക അതിക്രമത്തിനെ പറ്റിയിട്ട്, തീവ്രമായ ലൈംഗിക അതിക്രമമാണെങ്കിൽ സെക്ഷൻ 9 അതിനകത്തുള്ള ശിക്ഷ പറയുന്നത് ഇങ്ങനെയാണ്. 10 5 വർഷത്തിൽ കുറയാതെ ഉള്ളതും എന്നാൽ 7 വർഷം മുതൽ വരെ നീട്ടി കിട്ടിയേക്കാവുന്നത്, അതായത് 5 to 7 years ആണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. അപ്പൊ സെക്ഷൻ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രമായ ലൈംഗിക ആക്രമണത്തെ പറ്റിയിട്ടാണ്. അതിനുള്ള ശിക്ഷ 10 പറയുന്നു. 10 പറഞ്ഞിരിക്കുന്നത് 5 കുറയാത്ത വർഷമുള്ളതും, അതായത് മിനിമം 5 വർഷവും മാക്സിമം 7 years വരെ നീട്ടി കിട്ടേക്കാവുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷയ്ക്കും കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. അപ്പം ഈ സെക്ഷൻ 7 എന്താണ്, സെക്ഷൻ 9 എന്താണെന്ന് മനസ്സിലായി. സെക്ഷൻ 7 പ്രകാരമുള്ള ശിക്ഷ 8 പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 3 വർഷം മുതൽ 3 to 5 years ആണ് ഓർത്ത് വെച്ചേക്കുന്നത്. ഇനി തീവ്രമായിട്ടുള്ള ലൈംഗിക അതിക്രമണമാണെങ്കിൽ 5 മുതൽ 7 വർഷം വരെയാണ് ഓർത്ത് വെച്ചേക്കണം. ഇനി സെക്ഷൻ 7 പ്രകാരമുള്ള ലൈംഗിക ആക്രമണത്തിനകത്ത് വരുന്ന കോൺസെപ്റ്റുകൾ ഏതൊക്കെയെന്ന് പഠിച്ചു നോക്കണം. 7 എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ലൈംഗിക ആക്രമണം. ലൈംഗിക ചിന്തയോട് കൂടിയിട്ട് കുട്ടിയുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുക, കുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് തങ്ങളുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിപ്പിക്കുകയോ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് ലൈംഗിക അതിക്രമം ആണ്. ലൈംഗിക ചിന്തയോട് കുട്ടിയുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുക അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് തങ്ങളുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിപ്പിക്കുകയോ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ലൈംഗിക അതിക്രമം 7 പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പം 7ാമത്തേത് പ്രകാരം നമ്മൾക്കുള്ള ശിക്ഷ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും പിഴയുമാണ് പറഞ്ഞിരിക്കുന്നത്. അത് 8 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 7 പ്രകാരം ലൈംഗിക ചിന്തയോട് കൂടിയിട്ട് പ്രൈവറ്റ് പാർട്സിനകത്ത് സ്പർശിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് പാർട്സിൽ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് 7 പ്രകാരം ഉള്ള ലൈംഗിക അതിക്രമണത്തിൽ വരുന്നതാണ്. മനസ്സിലായോ? ഇനി തീവ്രമായ ലൈംഗിക ആക്രമണം, അത് നമ്മൾ സെക്ഷൻ 9
പറയുന്നത് അല്ലെ. ഇപ്പൊ സെക്ഷൻ 5 പറയുന്നത് അതിനെ പറ്റിയിട്ട് ഇപ്പൊ നമ്മൾ വ്യക്തമാക്കും. അതായത് കുറച്ച് ആൾക്കാർ, അതായത് പോലീസ് ഓഫീസർമാരായാലും സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്നവരായാലും അത് അവരുടെ ഓഫീസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ എങ്ങനെയാണെങ്കിൽ പോലും ആ കാറ്റഗറീസ് എല്ലാം ഇതിനകത്ത് വരും, തീവ്രമായ ലൈംഗിക ആക്രമണത്തിനകത്ത് വരുന്നതാണ്. സെക്ഷൻ 5 പറയുന്ന ഏതെങ്കിലും ആളുകളോ അല്ലെങ്കിൽ അതിൽ പറയുന്ന പ്രകാരം പ്രവർത്തികളോ ചെയ്തുകൊണ്ട് ഒരു കുട്ടിയെ ലൈംഗികമായി അതിക്രമിച്ചാൽ അതിനെ തീവ്രമായ ലൈംഗിക അതിക്രമമായി കാണാവുന്നതാണ്. അതായത് കുറേയധികം കാര്യങ്ങൾ, അതായത് തീ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെന്താണ് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്താലോ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ടൈംസ് അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലോ, അതുപോലെ തന്നെ കുറേ ആൾക്കാർ ചേർന്നിട്ട് ഒരു കുട്ടീനെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാലോ, ഇതെല്ലാം തീവ്രമായ ലൈംഗിക ആക്രമണത്തിനകത്താണ് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് സ്പെസിഫിക് കാറ്റഗറി ജോലിയിലുള്ള ആൾക്കാരുടെ അതിനകത്ത് പറയുമ്പോഴാണ് സെക്ഷൻ 5 പറയുന്ന ഏതെങ്കിലും ആളുകളോ, ഇപ്പൊ ഈ സെക്ഷൻ 5 തീവ്രമായിട്ടുള്ള ലൈംഗിക അതിക്രമണം പറയുന്നത്. അപ്പൊ ഈ തീവ്രമായ ലൈംഗിക അതിക്രമണം നമ്മൾ പറയുന്ന സമയത്ത് ആ 5 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് തീവ്ര ലൈംഗിക ആക്രമണത്തെ പറ്റി പറയുന്ന സെക്ഷൻ 9. ആ സെക്ഷൻ 9 ആരെ പറ്റിയിട്ടാ പറഞ്ഞത്? ഈ സെക്ഷൻ 5 ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് പോലീസ് ഓഫീസർമാരും അതുപോലെ തന്നെ പിന്നെ ഇവിടെ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. 5 പ്രകാരം ലൈംഗിക കടന്നുകയറ്റത്തിലൂടെ തീവ്രമായ ആക്രമണങ്ങളിൽ ഉൾപ്പെടുന്ന പോലീസ് ഓഫീസറായ ഏതെങ്കിലും വ്യക്തി കുട്ടിക്കെതിരെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെ ആക്രമണം നടത്തുന്നു. അപ്പം ലൈംഗിക കടന്നുകയറ്റത്തിലൂടെ ആക്രമണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സെക്ഷൻ 5 പ്രകാരം പോലീസ് ഓഫീസർ ആയാലും കൊള്ളാം, സായുധ സേനയിലോ സുരക്ഷാ സേനയിലോ അംഗമായിരിക്കുന്ന വ്യക്തികളോ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെ കുട്ടിക്കെതിരെ അതിക്രമം നടത്തിയാലോ, ഒരാൾ കുട്ടിക്ക് നേരെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെ ആക്രമണം നടത്തുകയോ പൊതുസ്ഥലത്ത് കുട്ടിയെ നഗ്നരാക്കി നടത്തിക്കുകയോ ചെയ്യുന്നത് എല്ലാം ഏത് കാറ്റഗറിയിൽ വരും? തീവ്രമായ ലൈംഗിക ആക്രമണത്തിന്റെ കാറ്റഗറിയിൽ. ഏകദേശം ഒരു 19ഓളം പോയിന്റ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്തുള്ള ചില പോയിന്റ്സുകളാണ് ഞാൻ മുമ്പേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീവ്രമായ ലൈംഗിക ആക്രമണം ഏത് സെക്ഷനിൽ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 5. പക്ഷെ ഇതിനെ പറ്റിയിട്ട്, അതായത് ഏതൊക്കെ വ്യക്തികളാണ്, ഏതൊക്കെ സാഹചര്യങ്ങളാണ്, ആ വ്യക്തികളെയും സാഹചര്യങ്ങളെയും പറയുന്ന സെക്ഷൻ 5. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അതിതീവ്രമായ ലൈംഗിക ആക്രമണത്തെ പറ്റിയിട്ട് നമ്മൾ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഏതിനകത്താണ് പറഞ്ഞിരിക്കുന്നത്? തീവ്രമായ ലൈംഗിക ആക്രമണം എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 9 പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ശിക്ഷയാണ് ഈ സെക്ഷൻ 10 പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. വെറുതെയുള്ള ലൈംഗിക ആക്രമണമാണെങ്കിൽ സെക്ഷൻ 7, തീവ്രമായ ലൈംഗിക ആക്രമണം സെക്ഷൻ 9. ഈ സെക്ഷൻ 9 തീവ്രമായ ലൈംഗിക ആക്രമണത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട് എങ്കിൽ പോലും ആ സെക്ഷൻ വേറെ ഏതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? സെക്ഷൻ 5ലേക്ക്. അവിടെ പോലീസ് ഓഫീസർമാരുടെയും സായുധ സേനകളിലുള്ളതും അവർ യൂണിഫോമിലായാലും അല്ലാതായാലും എങ്ങനെയാണെങ്കിൽ പോലും ഒരു കുട്ടിയോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അതെല്ലാം ഏതുമായി വരും? തീവ്രമായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിനകത്ത് വരുന്നതാണ്. അത് സെക്ഷൻ 5 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് വ്യക്തികളായിക്കോട്ടെ സാഹചര്യങ്ങളായിക്കോട്ടെ എല്ലാം ഏതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്? സെക്ഷൻ 5 പറഞ്ഞിരിക്കുന്നത്. ആ സെക്ഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് എവിടെ? സെക്ഷൻ 9. അതിന്റെ ശിക്ഷയാണ് സെക്ഷൻ 10 എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കുറച്ചെങ്കിലും. അപ്പൊ ഈ തീവ്രമായിട്ടുള്ള ലൈംഗിക ആക്രമണത്തെ പറ്റിയിട്ട് നമുക്ക് എവിടെ പറയുന്നു? സെക്ഷൻ 5 പറയുന്ന ഏതെങ്കിലും ആളുകളോ അല്ലെങ്കിൽ പ്രവൃത്തികളോ ചെയ്തുകൊണ്ട് ഒരു കുട്ടിയെ ലൈംഗികമായി അതിക്രമിച്ചാൽ അതിനെ തീവ്രമായ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നുണ്ട്. ക്ലിയർ? ഇനിയും അവിടെ നമുക്ക് കുട്ടികൾക്കെതിരെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ നമ്മുടെ ഈ പോക്സോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് എത്ര മുതൽ എത്ര വരെ എന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. 3 മുതൽ 12 വരെയാണ്. ഇതാണ് 3 മുതൽ 12 വരെയുള്ള സെക്ഷനിലാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അതായത് ഇവിടെ നമുക്ക് കടന്നുകയറ്റം എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കണം. ആ കടന്നുകയറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്? 3. അതിന്റെ ശിക്ഷ തൊട്ടപ്പുറത്ത് 4 പറഞ്ഞിരിക്കുന്നത്. വെറുതെയുള്ള കടന്നുകയറ്റമാണെങ്കിൽ 3. ഇനി ലൈംഗിക കടന്നുകയറ്റം ചെയ്യുന്ന വ്യക്തി എത്ര വർഷത്തിൽ കുറയാത്ത ശിക്ഷ അനുഭവിക്കണം? 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം, മാക്സിമം ജീവപര്യന്തവുമായിട്ടാണ് ഈ വെറുതെ ഈ 3ാമത്തെ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്.
മനസ്സിലാവുന്നോ? ലൈംഗികമായിട്ടുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 3 ഇതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് 4 പറഞ്ഞിരിക്കുന്നു. അപ്പൊ 3 കടന്നുകയറ്റം ആണ്. ഇനി ഇത് ചെയ്യുന്ന വ്യക്തി 10, അപ്പൊ ഏറ്റവും കൂടുതൽ ശിക്ഷ വരാൻ പോകുന്നതാണ് ഈ ലൈംഗിക കടന്നുകയറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് 10 മുതൽ ജീവപര്യന്തം വരെയാണ്. ഇനി 16 വയസ്സിൽ താഴെയാണ് ഉള്ള ശിക്ഷയാ വരുന്നത് എങ്കിൽ അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞിരിക്കണം? ആ ശിക്ഷ ഈ 10ൽ നിന്ന് എത്രയായിട്ട് മാറും? 20 വർഷത്തിലേക്ക് കുറയാത്ത തടവോ അല്ലെങ്കിൽ ജീവപര്യന്തമോ നൽകാവുന്നതാണ്. ജീവപര്യന്തമോ നൽകാവുന്നതാണ്. അപ്പൊ ശിക്ഷ 20 വർഷത്തിൽ കുറയാത്ത തടവോ അല്ലെങ്കിൽ ജീവപര്യന്തമോ നൽകാവുന്നതാണ്. അപ്പൊ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ശിക്ഷ ആണ് എങ്കിൽ 20 വർഷത്തിൽ കുറയാത്ത തടവോ അല്ലെങ്കിൽ ജീവപര്യന്തമോ നൽകാം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കടന്നുകയറ്റം എന്നൊരു ടേം പറഞ്ഞു. അതിനകത്ത് 3നെ പറ്റിയിട്ടാണ് പറയുന്നത് 3ാമത്തെ സെക്ഷനിൽ. അതിന്റെ ശിക്ഷയാണ് 4ാമത്തെ സെക്ഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ നമുക്ക് എത്ര വരെ ഈ ലൈംഗിക അതിക്രമത്തെ പറ്റി പറയുന്നുണ്ട്? 3 മുതൽ 12 വരെയുള്ള കാര്യങ്ങൾ ലൈംഗിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഓരോരോ സെക്ഷൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ 10 വരെയുള്ള കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 3ാമത്തേത് എന്താണ്, 4ാമത്തേത് എന്താണെന്ന് പറഞ്ഞു, 5ാമത്തെ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞു. ഇനി 7ഉം 8ഉം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? കൂടാതെ 9ഉം 10ഉം എന്താണെന്ന് പറഞ്ഞു. അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യവും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ലൈംഗിക കടന്നുകയറ്റം വഴി 2 രീതിയിലാണ് ശിക്ഷ. ഒന്ന് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ, അത് നോർമൽ കേസിനകത്ത് കടന്നുകയറ്റം. ഇനി കുട്ടിക്ക് 16 വയസ്സിൽ താഴെയാണ് ഉള്ളത് എങ്കിൽ ശിക്ഷ എത്ര വർഷമായിട്ട് നീളും? 20 വർഷമായിട്ട് നീളും എന്ന കാര്യവും നമ്മൾ ഓർത്ത് വെച്ചേക്കണം. അത് അമെൻമെന്റ് വന്നപ്പോഴാണ് ആ ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത്. പ്രതിയിൽ നിന്നും ഈടാക്കുന്ന പിഴ എന്തായിട്ട് കൊടുക്കും? അവരുടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനും അനുവദിക്കാവുന്നതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് 3 മുതൽ 12 വരെയുള്ളത് ലൈംഗിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട പോക്സോയ്ക്കകത്ത് ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്? 3 മുതൽ 12 വരെയാണ്. ഇനി നമ്മൾക്ക് ലൈംഗിക കടന്നുകയറ്റം വഴി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഏതിൽ പറഞ്ഞിരിക്കുന്നു? 3. അപ്പൊ അതിനുള്ള ശിക്ഷ എത്ര വർഷത്തേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 10 വർഷത്തേക്കോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവോ. ഇനി കുട്ടിക്ക് 16 വയസ്സ് താഴെയാണ് എങ്കിൽ 20 വയസ്സ് വരെ പിന്നെ തടവ് കിട്ടാം അല്ലെങ്കിൽ ജീവപര്യന്തം വരെ. ഇനി അത് കൂടാതെ എവിടാണ് ഇതിനെ പറ്റിയിട്ടുള്ള ശിക്ഷയെ പറ്റി പറയുന്നത്? 4നെ പറ്റിയിട്ടാണ്. ഇനി നോർമലി ഉള്ള ലൈംഗിക ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസില് നമ്മൾ 7ൽ ആണ് അതിനെപ്പറ്റി പറഞ്ഞത്. അതിന്റെ ശിക്ഷ 8ൽ പറയുന്നുണ്ട്. ഇനി അതിതീവ്രമായിട്ടുള്ള ലൈംഗിക അതിക്രമത്തെ പറ്റിയിട്ട് 9ലാണ് പറഞ്ഞത്. അതിന്റെ ശിക്ഷ നമ്മൾ 10ൽ പറയുന്നുണ്ട്. ക്ലിയർ? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 9ലുള്ള കാര്യങ്ങൾ ഏത് വ്യക്തികളിലേക്ക് ചൂണ്ടുന്നു? സായുധ സേനയിലേക്കുള്ളതും പോലീസ് ഓഫീസർമാരായാലും അല്ലാതെ ആ കുട്ടീനെ ഉപദ്രവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഗർഭിണിയാക്കുകയോ ചെയ്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറെ ആൾക്കാർ ചേർന്ന് ചെയ്തു കഴിഞ്ഞാലോ നഗ്നരാക്കി പൊതുസമൂഹത്തിൽ നടത്തി കഴിഞ്ഞാലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അതിതീവ്രമായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിന്റെ കൂട്ടത്തിലാണ് പറഞ്ഞത്. അത് 5ലാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ ആ 5ൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളും വ്യക്തികളുമായിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് 7ലാണ്. അതിന്റെ ശിക്ഷ എവിടെ പറഞ്ഞിട്ടുണ്ട്? 8ല്. ഇനി കടന്നുകയറ്റമാണ് 3ൽ പറ്റി പറയുന്നത്. കടന്നുകയറ്റം അതിന്റെ ശിക്ഷ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ശിക്ഷ 4ലാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമെങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. അപ്പം അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ കാണാവുന്നതാണ്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതൊന്നും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നില്ല. താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ സിജി ബിജൂസ് അക്കാദമിയാണ്. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.